ഇന്നിപ്പോ എവിടെ ചെന്നാലും ഏത് ഹോട്ടലിൽ ചെന്നാലും ഓണസദ്യ. എവിടെ ചെന്നാലും പായസമേള അല്ലെങ്കിൽ ഓണസദ്യ. എല്ലാ ഹോട്ടലുകളിലും ഒക്കെ അതെ. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷെ ഇപ്പൊ അങ്ങനെ ഓണസദ്യ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ നമുക്ക് തോന്നണില്ല. കാരണം ഏത് ഹോട്ടലിൽ വെജിറ്റേറിയൻ കഴിക്കാൻ ചെന്ന് കയറിയാലും ഈ ഓണത്തിനുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ശരിയാണ്. കാരണം ഇപ്പൊ നമ്മളെ ഈ ശ്രീഭദ്ര എന്നൊക്കെ പറഞ്ഞ അവിടെ തുടങ്ങിയ ഹോട്ടലുകളിൽ 150 രൂപ ഈടാക്കിയിട്ട് സദ്യ എന്ന് പറഞ്ഞു തന്നെ അവർ കൊടുത്തോണ്ടിരുന്നേ. അപ്പൊ അത് ഓണത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഓണത്തിന് പ്രത്യേകിച്ചാണ് സദ്യ എന്ന് പറഞ്ഞാൽ ആ പണ്ടത്തെ ഒന്നും ആ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോ ആകാംക്ഷയോ ഒന്നും ഇപ്പൊ ഓണസദ്യക്ക് ഇല്ല. ശരിക്കും ഉണ്ടോ? ഓണസദ്യ എന്ന് തന്നെയല്ല, കല്യാണ സദ്യക്കാണെങ്കിൽ ഇപ്പൊ വെറൈറ്റി ആക്കുമല്ലേ. വെറൈറ്റി ആക്കുമ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തൊടുപുഴ പോയി ഒരു സദ്യ കഴിച്ചു. ആ സദ്യക്കകത്ത് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ മധുരമുള്ള എന്തൊക്കെയോ സാധനങ്ങളോ എന്താണെന്നൊന്നുമില്ല, കോവയ്ക്ക പൊരിച്ചതോ അതൊക്കെ സദ്യയിൽ പെടുത്താൻ പറ്റുമോ? അതന്നെയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഒരു സദ്യ കഴിച്ചാൽ നല്ലൊരു അവിയൽ കഴിക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ കുടിക്കും, നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. കാരണം വെച്ചാൽ സദ്യ കഴിക്കാൻ എവിടെ ചെന്നപ്പോൾ എല്ലായിടത്തും അവിയലിനോ അല്ലെങ്കിൽ ആ കൂട്ടുകറിക്കോ ആ തൊടുകറികൾക്കോ ഒക്കെ ടേസ്റ്റുകൾ മാറിപ്പോയി. ടേസ്റ്റുകൾ പിന്നെ എല്ലാ കാലത്തിനനുസരിച്ച് മാറിപ്പോവും. പക്ഷെ എന്നാലും ഇപ്പൊ എല്ലാം ഈ ലാവിഷായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്ത് ഭക്ഷണത്തിന്റെ കേസായാലും ഒന്നും ഒരു സ്പെഷ്യൽ ഫുഡ് എന്ന് പറയാനില്ല. ഓണസദ്യ എന്ന് തന്നെയല്ല, ബിരിയാണിയുടെ കാര്യമാണെങ്കിലും അങ്ങനെയാ. ബിരിയാണി ആൾക്കാർ എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലൊക്കെ ആൾക്കാർ ബിരിയാണി ഉണ്ടാക്കി കഴിക്കും. അതുപോലെ ഇറച്ചി ഉണ്ടാവും. ഇപ്പൊ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ശരി. ഇറച്ചി എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്തെ ഞായറാഴ്ചകളിലാണ് ഈ ആളുകൾ ഇറച്ചി കഴിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ബാല്യത്തിലൊക്കെ നമുക്ക് സങ്കല്പിച്ച് നോക്കിയാൽ അന്നത്തെ കാലഘട്ടം ഒരു ഇറച്ചി കഴിക്കണ ഞായറാഴ്ച. അത് എല്ലാ വീട്ടിലും ഞായറാഴ്ച ഇറച്ചി ഉണ്ട് അങ്ങനെയൊന്നുമില്ല അന്ന്. എന്റെ ബാല്യത്തിൽ നീ ഓർക്കണ്ടെന്നറിയില്ല, ഒരു കല്യാണത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ 3-4 കോഴിയാണ്, നാടൻ കോഴി കസപ്പ് ചെയ്യണത്. എന്നിട്ട് ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് ഒരു സദ്യക്ക് ഒരു കല്യാണം. അതുപോലെ ഒരയില് 2-3 പേരൊക്കെ ഊണ് കഴിക്കും എന്ന് പറയണ. അപ്പൊ വലിയ ഇല വെട്ടിയിടുവോ? അങ്ങനെയല്ല, വലിയ ഇലാണ് സമാനം ഉണ്ടല്ലോ. ഒരു ഇല സൂചന ഇല വളരെ അപൂർവം പേർക്ക് കിട്ടുള്ളൂ. എന്നിട്ട് അതിന്റെ ബാക്കി തുണ്ടൻ ഇലകൾ രണ്ടാക്കി മുറിക്കും. എന്നിട്ട് ആ ഒരു കീറ്റലയിലാണ് 2 പേര് അപ്പുറം ഇപ്പുറം തോന്നണേ. ഇപ്പൊ ഞാൻ മദ്രസ പഠിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അന്ന് ഈ ഓത്തുചോറ് കിട്ടുന്നൊക്കെ പറഞ്ഞ ആ കാലഘട്ടമൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ്. കാരണം വെച്ചാൽ അന്ന് ഇറച്ചിയൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ആ കാലത്ത് ഓത്തുചോറിന് പോകുമ്പോ ഈ ഒരു കീറിയ ഇലയിൽ 2 പിള്ളേരെ ഇരിക്കണം അപ്പുറം ഇപ്പുറയും. എന്നിട്ട് വിളമ്പുമ്പോ ഇറച്ചി ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ 2 കഷ്ണം കിട്ടും. എങ്ങനെയാ പങ്കുവയ്ക്കണേ? ആ ഒരു ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വിശപ്പും കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലാലും പോലും ആ ഒരു കാലഘട്ടത്തെ ജീവിത രീതിയും അന്നത്തെ ഓണസദ്യയാണ് സദ്യ. അന്ന് എവിടെ ഓണം ഉണ്ണാൻ പറ്റണേ? എനിക്കൊരുഭവമുണ്ട്. നമുക്ക് ഒരു വെളുത്തേടൻ ഫാമിലി ഉണ്ട്. അപ്പൊ ഞങ്ങളൊരു കുടുംബക്കാരെ പോലെ കഴിഞ്ഞവരാ. അവിടെ ആ ചേട്ടത്തിയും അവരെ ചേട്ടനും ഒക്കെ ഉണ്ടല്ലോ, ഓണത്തിന്റെ അന്ന് ഒരു കൊട്ട നിറച്ച് പപ്പടവും അതുപോലെ കുറെ പഴം, നല്ല ഒരു മൊന്ത നിറച്ച് നല്ല ഗോതമ്പ് പായസം. അന്ന് പാലടയൊന്നുമില്ല, ഗോതമ്പ് പായസം. അതൊക്കെ അന്ന് കൊണ്ടുവരുന്ന പൂവൻ പഴം അതൊക്കെ അന്ന് കൊണ്ടുവരും. എല്ലാ ഓണത്തിനും വിഷുവിനും കൊണ്ടുവരും. അതുപോലെ ഈ പെരുന്നാളിനൊക്കെ നമ്മൾ കുറച്ച് തേങ്ങാ ചോറും അതുപോലെ ഇറച്ചിയും ഈ പപ്പടവും പൊരിച്ചതും കൂടെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഒരു കുടക്കൽ വാങ്ങലുണ്ടായിരുന്നു. അന്നത്തെ ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നമുക്ക് വായിൽ വെള്ളം പോകും. പക്ഷെ ഇന്നൊരു ഓണസദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അനുഭവം നമ്മുടെ മുമ്പിലില്ല. ഇന്നിപ്പോ അങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അവരവര് ഹോട്ടലിൽ പോയി കഴിക്കും. ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി നോക്കി, എല്ലാ ഹോട്ടലുകളിലും ഫുള്ളാണ്. എല്ലായിടത്തും സ്പെഷ്യലാണ്. ഇനിയിപ്പോ ഓണം മേള തന്നെ ആയി കഴിഞ്ഞു എല്ലായിടത്തും. അതുപോലെ കായ ഉപ്പേരി, മറ്റു ഉപ്പേരി വറുത്തതും ഇതൊക്കെ എന്തിനും ഒരു ടേസ്റ്റ് ഉണ്ടോ? ഇപ്പൊ നമ്മള് എല്ലാ കാലവും എല്ലാ സാധനങ്ങളും മാറ്റം വന്നു. പക്ഷേ അന്നത്തെ ഓണസദ്യ നമുക്ക് മറക്കാൻ പറ്റില്ല. അന്നത്തെ ഭക്ഷണത്തിന്റെ രീതി അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ അന്നത്തെ ഓണസദ്യയും ഈ കീറ്റലയിൽ ഊണ് കഴിക്കുന്നതും അന്നത്തെ പെരമേച്ചൽ, ഇത് ഞാൻ ഒരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നോട്. പെരമേച്ചലിന് പരിപ്പും പപ്പടവും ചോറുമാണ്, തേങ്ങാ ചോറ് എന്ന് പറയുന്നത് നമ്മുടെ ആ രീതി. അതിൻ്റെയൊക്കെ സ്വാദ് ഇന്ന് ആ ഭക്ഷണത്തിന് വല്ല ക്ഷാമമുണ്ട്. പക്ഷെ ആ ഭക്ഷണം ഉണ്ടാക്കിയാൽ കൊടുക്കുന്ന ടേസ്റ്റ് കിട്ടുന്നില്ല. നിനക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ല. ഇനി പിന്നെ ഈ അങ്ങനെ ഒരു തരത്തിലേക്ക് പോകുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ കല്യാണത്തിന് ഒരു കോഴിനെ 2 കോഴിനെ അതൊന്നും എനിക്ക് ഒരു ഓർമ്മ അനുഭവമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ ഉച്ചയ്ക്ക് പുറത്തു പോയില്ല. അപ്പൊ ആ എല്ലാ ഹോട്ടലിന്റെ പുറത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും, ഓണം പായസം,
പായസത്തിന് ഇനി പ്രത്യേകം വിലയൊക്കെ നിശ്ചയിച്ച് കണ്ടില്ലേ എല്ലായിടത്തും ഇതാണ്. അപ്പൊ അന്ന് നമ്മള് കോട്ടയത്ത് അന്നപൂർണ്ണ കയറിയപ്പോ അന്ന് സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു, പായസവും ഉണ്ടായിരുന്നു. പപ്പടം പായസമൊക്കെ എക്സ്ട്രാ തരുവും കൂടി ചെയ്തു നമുക്ക്. ആവശ്യം പോലെ എന്നിട്ട് അവര് പറഞ്ഞു ഇനി അടുത്ത ആഴ്ച പോലെ ഓണസദ്യ ഉണ്ടെന്ന് പറഞ്ഞു. ഓണസദ്യ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബ്രാൻഡഡ് ആക്കി കഴിഞ്ഞു. ഓണം എന്നുള്ളത് ബ്രാൻഡഡ് അത് തന്നെ 140 രൂപ ഒരാൾക്ക് ഓണിന്. ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാല് ഇന്നത്തെ മലയാളിയിലെ പുതിയ പിള്ളേർക്ക് ഓണം എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയുമോ? ചുമ്മാ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞാല് എന്താന്ന് പോലും അറിയില്ല. ഓണം വിളവെടുപ്പ് ഉത്സവമാണെന്ന് എത്ര മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണന്മാര്. എന്താ വിളവെടുപ്പ് പൂക്കളിടുന്നത് മാത്രമെന്നുള്ള വാർത്ത കേട്ടില്ലേ? ഈസ്റ്ററിന്റെ പൂക്കളം മേടിക്കാൻ ഇന്ന് ഈ തവണ മാർക്കറ്റ് സുലഭമാണ്. അത് കാണുവാനൊക്കെ രസമാണ്. അപ്പൊ ഈ ആളുകൾ പറഞ്ഞെന്ന് വെച്ചാല് ഈ പൂ മേടിച്ച് ഇടുന്നേക്കാളും ലാഭം അതാണെന്നാ പറഞ്ഞ. കണ്ടാ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ കാരണന്മാര് എല്ലാം നാട്ടിലുള്ള മക്കളൊക്കെ വിദേശത്തും. അപ്പൊ അവര് കാരണന്മാര് മരിച്ചു കഴിഞ്ഞാൽ തന്നെ വീഡിയോയിൽ കാണിക്കുക. അവിടെ ഇന്നാള് കണ്ടില്ലേ അമേരിക്കയില് ഒരു പെങ്കൊച്ച് മരിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ അടക്കം കാര്യങ്ങള് ആൾക്കാരെ ഇവിടെ സ്വന്തമുള്ള ആൾക്കാരെ കാണിക്കാനുള്ള മുഴുവനും ഓൺലൈനിൽ വീഡിയോ കൊടുത്തു. ആ തരത്തിലേക്ക് കാര്യങ്ങളും മാറിയില്ലേ? ലൈവായിട്ട് ഇട്ടു. ലൈവായിട്ട് കൊടുക്കുവാണ്. പൂജ നടത്താൻ അവർക്ക് ഇവിടെ ചിത ഒരുക്കണം, ഇവിടെ കാരണന്മാരെ കത്തിക്കുമ്പോ അല്ലെങ്കിൽ മറവ് ചെയ്യണത് ലൈവായിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അവരവിടെ കർമ്മം നടത്തുവാണ്. അപ്പൊ പിന്നെ എന്ത് ബന്ധം, മനുഷ്യൻ തമ്മിലുള്ള ബന്ധം, ഇതേ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് ഈ പലരും ഒക്കാതെ വരണത്. ഇന്ന് മനുഷ്യന് എന്ത് ആത്മബന്ധം ഉണ്ടെന്ന് പറഞ്ഞത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലില്ല, മക്കള് തമ്മിലില്ല, മാതാപിതാക്കള് മക്കള് ഒന്നുമില്ല, ഒരു ബന്ധവും ഇല്ലാണ്ടായി. എല്ലാവർക്കും സമ്പത്ത് മാത്രം മതി. സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ എല്ലാം. പണ്ട് കാലത്ത് കാരണന്മാര് പറഞ്ഞാണ് സമ്പത്തിനാണ് പ്രധാനം, സമ്പത്ത് പ്രധാനവുമാണ്. പക്ഷെ സമ്പത്ത് എന്നുള്ളത് കേവലമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മനുഷ്യബന്ധം അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ ഓണസദ്യയും ഈ ഓണത്തിന്റെ ഓർമ്മകളും ഇത്രമാത്രം അപ്രത്യക്ഷമായി പോകില്ല. എന്നുവെച്ചാൽ ആ മനുഷ്യൻ തമ്മിലുള്ള അകലം ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ഓണം എന്താ ചെയ്യേണ്ടത്? ഓണസദ്യ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുവാണോ? നമുക്ക് ഈ പറഞ്ഞ പോലെ പുറത്തു പോയി കഴിക്കണം. എന്നാ വേണ്ടേ? എന്തായാലും നമുക്ക് ഓണത്തിന് ഊണ് കഴിക്കണമല്ലോ. നമുക്ക് ഓണത്തിന് പ്രാവശ്യം പായസം ഉണ്ടാക്കാം. എന്ത് പറഞ്ഞു? പായസം ഉണ്ടാക്കാം. നമ്മളെല്ലാ ഓണത്തിനും ഉണ്ടാക്കാം. ഗോതമ്പ് പായസം ഇവിടെ സ്പെഷ്യൽ ആണല്ലോ. നമുക്ക് ഓണത്തിന് പായസം ഉണ്ടാക്കാം. എന്തായാലും നമ്മളിത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെടണമെന്നുള്ളൂ. അപ്പൊ അത് ഉണ്ടാക്കുന്നത് അതിനിപ്പോ തേങ്ങാപ്പാലും കിട്ടും. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് എല്ലാ സാധനം കിട്ടുന്ന കറികളെല്ലാം പാചകം ചെയ്ത് കിട്ടൂലേ? എല്ലാവരും ഇപ്പൊ ഒരു നേരം പോലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ചുരുക്കം വളരെ ആൾക്കാരുള്ളൂ. നമ്മൾ ഈ മണ്ഡലത്തിലൊക്കെ അരിയിടുന്നത് എറണാകുളത്തെ കടവന്തറയൊക്കെ ഒരു വിനായക എന്ന് പറഞ്ഞുകൊണ്ട് അവര് കണ്ടെയ്നറിലാക്കി. ഓണത്തിന് മാത്രമല്ല എന്നും ഉണ്ട് അവരുടെ കറികളങ്ങനെ. ഒരു ഓണസദ്യ എല്ലാം പ്രത്യേകം കണ്ടെയ്നറിലാണ് തന്നെ. വലിയ സെറ്റപ്പും കാര്യങ്ങളുമാണ്. പക്ഷെ എന്തായാലും എനിക്ക് ആ പഴയകാല ജീവിത രീതി എപ്പോഴും എന്റെ മനസ്സിൽ ഓണം, വിഷു, അതുപോലെ പെരുന്നാളുകൾ, ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് ഓരോ ഓർമ്മകള്. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഇപ്പൊ ഉണ്ട്, പക്ഷെ ആൾക്കാർക്ക് എല്ലാ ആഘോഷങ്ങളും എല്ലാ ആഘോഷങ്ങളും അതാ പറഞ്ഞ ബന്ധങ്ങൾ മനുഷ്യന്റെ എല്ലാം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് ഓണത്തിന് പായസം ഉണ്ടാക്കാൻ തീരുമാനിക്കല്ലേ? പായസം കൂട്ടി നമുക്ക് ഉള്ള കറികൾ കൂട്ടി നമുക്ക് നമ്മുടെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കി സാമ്പാർ, അവിയല്, അച്ചാറ്, ഇഞ്ചിക്കറി, അതെ അത്ര ആയി കഴിയുമ്പോ തന്നെ ആവും പപ്പടം. ഭക്ഷണം പായസം സിമ്പിൾ ആക്കുക, സിമ്പിൾ ജീവിതം അങ്ങനെ ആക്കാം. എന്തായാലും പായസം ഉണ്ടാക്കാൻ തീരുമാനിക്കാം.